ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നിങ്ങൾ കാണിക്കുമ്പോൾ എല്ലാവർക്കും ഇന്നിപ്പോൾ എന്ന് വെച്ചാൽ ഓരോരാളും ഓരോന്ന് ഞാൻ ചെയ്യുമ്പോൾ നിങ്ങളെ കാണിച്ചതെന്ന് വെച്ചാൽ നിങ്ങൾക്കും അതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെതായ വളവും അനുഭവങ്ങളും കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ കാണിച്ചു കൊടുക്കുന്നത്. ഇതിപ്പോൾ കണ്ടില്ലേ, തക്കാളിക്ക് പൂവെല്ലാം തേച്ച് പൂ നിറച്ചുമുണ്ട്, പക്ഷെ അതെല്ലാം അടിഞ്ഞു കഴിഞ്ഞു. കണ്ട, ഇനി ഈ ഉലുവ കുറച്ച് ചാരം, ഇത് കുറച്ച് കഞ്ഞിയാണ്. ഇത് കുറച്ച് കഞ്ഞിയാണ്. ഇതും കൂടി ഞാൻ കൊണ്ട് അരച്ചിട്ട് കൊണ്ടുവരട്ടെ, എന്നിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ അരച്ചു കൊണ്ടുവന്നു. ഇതിപ്പോൾ 3/4 ബക്കറ്റ് വരെ വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇതാ ഉലുവ അരച്ചതായത് ഇത് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഉറച്ചിട്ടേ ഉള്ളൂ കേട്ടോ, ഇല്ല വെള്ളം ഉറച്ചിട്ടേ ഉള്ളത്. പിന്നെ ഇത് ഇനിയിപ്പോൾ ഇതിൽ വെള്ളം ഒഴിക്കുന്നുണ്ട്. ഒരു 3/4 ബക്കറ്റ് വരെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ കഞ്ഞി വെള്ളം ഇതിൽ ഒഴിക്കുന്നുണ്ട്, ഇത് ഇതിൽ ഒഴിക്കുന്നുണ്ട്. ഈ ചോറ് അരച്ചതായതേ, ചോറും കഞ്ഞിയാക്കിയിട്ട് അരച്ചതായത്, കുറച്ച് കഞ്ഞിയുള്ളത് ഇട്ട് അരച്ചതാണ്. അത് നമുക്ക് അത്രയേ ഉള്ളൂ വെച്ചാൽ കൂട്ടിക്കൊള്ളാം. ഇത് ചാരം നമുക്ക് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതെല്ലാം കൂടി ഇത് വേണ്ട, ഇതിങ്ങനെ കലക്കിയിട്ട് ഇപ്പം നല്ലോണം ഇളക്കണം. ഉലുവ അലിയാൻ പണിയുണ്ട്. ഇതിങ്ങനെ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനാകുമ്പോൾ പണിയുണ്ട്. മറ്റേതൊന്നും കലക്കി വയ്ക്കുന്നു വേണ്ട, മറ്റേതെല്ലാം ഈ കുരുവാന്ന്. ഇതൊന്നും അല്ല, പിന്നെ കരിക്കട്ടിയെല്ലാം അങ്ങ് പൊറുക്കി ചാടിയാൽ മതി. ചാടിയില്ല കുഴപ്പമൊന്നുമില്ല. അത് ഇതിങ്ങനെ അരച്ച് ആക്കിയില്ലേ, കണ്ടാ, ഇതേപോലെ ആക്കി വെച്ചു. ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. കണ്ടാ, ഇതാണ് ഈ തോതിലാണ് കലക്കിയിരിക്കുന്നത്. ഇതിപ്പോൾ കാണിച്ചു തരാം. ഇത് ഞാൻ കലക്കി കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ. കണ്ടില്ലേ, ഇതേ കൂടി ഇങ്ങനെ ഈ തക്കാളിക്കാന്ന് കൊടുക്കും. തക്കാളിക്ക് എല്ലാവരും കൊടുക്കാം, പക്ഷെ ഇപ്പൊ തക്കാളിക്ക കൊടുക്കും. തക്കാളി ആ കായ് വേണം വെക്കാൻ, ആ പൂ നിലനിന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ അത് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ആ പൂവും കൂടി അവിടെ നിലനിർന്ന് കിട്ടണം. പൂ അടിഞ്ഞു പോകുന്നതായിട്ടാണ് ഇതിപ്പോ കൊടുക്കും. ഈ ഉലുവ എന്ന് പറയുന്ന സാധനം നല്ല തണുപ്പാണ്. നമ്മളിത് അടിയിൽ ഒഴിച്ചു കൊടുത്താൽ നല്ല തണുപ്പ് കിട്ടും. അപ്പോൾ അന്നേരം നല്ല ഉഷാറാവും. ആ തണുപ്പിൽ അവിടെ നിന്ന് കിട്ടും. നമ്മളിപ്പോൾ ഇത് അടിയിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽ പിന്നെ നിന്ന് കിട്ടും. അതാണ് ഇത് കണ്ടില്ലേ, ഇത് ഞാനിപ്പം ഒഴിച്ചു കൊടുക്കാല്ലേ. കണ്ടോ, കാണുന്നില്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ടാക്കി എടുത്ത് വെച്ച് തരാം. കണ്ടല്ലോ, ഇതേപോലെ ഇങ്ങോട്ട് ഇട്ട് നോക്കട്ടെ. കണ്ടില്ലേ, തക്കാളി ഈ 2 ലൈനാണ് തക്കാളി ഉള്ളൂ. അത്രേ ഞാൻ നട്ടിട്ടുള്ളൂ. ഒരുപാട് ഈ ചൂട്ടിനൊന്നും വെള്ളം ഒഴിച്ചിട്ട് ഒപ്പിക്കാനാവില്ല. അത്രക്കും വെള്ളം ഒഴിച്ചാലൊന്നും കാണുന്നില്ല, ഉണങ്ങി കഴിയും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് വേണ്ട, ഇത് ഉണങ്ങിപ്പോയിട്ട് വേണ്ട, എന്താ അത് പറ്റിയെന്നറിയില്ല. അതിൻ്റെ അടിയിൽ നിന്ന് അത് ഉണങ്ങിയിട്ടാണ് കാണുന്നത്. ഞാനിപ്പോൾ പൂവെല്ലാം നിറച്ചുണ്ട്, പക്ഷേ അത് കിട്ടുന്നില്ല. പൂ നിറച്ചുണ്ടായിട്ട് കാര്യമില്ലല്ലോ, അത് ഉണങ്ങി അടിഞ്ഞു പോവല്ലേ. ഇതിപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്താലെന്ന് വെച്ചാൽ ഇത് നല്ല തണുപ്പുള്ള സാധനമാണ്. ഈ ഉലുവ എന്ന് പറയുന്ന സാധനം അത് നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ വേരിനെല്ലാം ഒരു തണുപ്പ് കിട്ടിയാലേ അവരവരെ പണി നടത്തിക്കോളും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഒഴിച്ചു. ഇതുപോലെ കായ് വണ്ണം വെക്കും. കായൽ തക്കാളിയിൽ തക്കാളിയൊന്നും വണ്ണം വെക്കുന്നില്ല. പിന്നെ പൂ നിന്ന് കിട്ടും. പൂവെല്ലാം തേച്ചും അടിഞ്ഞു പോയി. ഒരുപാട് പൂ ഉണ്ടായതാ, അതെല്ലാം തേച്ചും അടിഞ്ഞു പോയി. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിപ്പോൾ ആക്കുന്നത്. ഇപ്പം നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരാം, നിങ്ങൾക്കും ചെയ്യാലോ. നട്ടവരുണ്ടെങ്കിൽ ഇത് ചെയ്തു നോക്കിയാൽ ഒരു പ്രശ്നമില്ല. നല്ല ഉഷാറായിട്ട് നല്ല കായ് വണ്ണവും വരും. ഇപ്പം ഇതുവരെ കായ് വണ്ണം വെച്ചിട്ടില്ല, കാണുന്നില്ലേ? ഓരോന്നും ഉണ്ടാകുന്നില്ല, ഉണ്ടാകുന്നേരെ കെട്ടുപോവുക, വീണു പോന്നു, പൂക്കൾ കരിഞ്ഞു പോന്നു. അതാണ് ഇല്ലേ, ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്താൽ ഇതിൻ്റെ വേരിനും എല്ലാം ഇതിൻ്റെ ഒരു കയ്പുണ്ടല്ലോ, എല്ലാം മരുന്നായത്. വേരിനും എല്ലാം അണുക്കളോ കീടങ്ങളോ എല്ലാം ഉണ്ടെങ്കിൽ എല്ലാം പോയിക്കോളും. കണ്ടില്ലേ, ഇതേപോലെ ഞാൻ നട്ടു കൊടുത്തു. ഇനിയിപ്പം ഞാൻ ഈ പയറിന് കൂടി വെച്ചു കൊടുത്തൊക്കെ ബാക്കിയുള്ളത് കണ്ട.
ഇതും കൂടി ഒഴിച്ചു കൊടുത്തേക്കാം. ഇതും നല്ലതാ, എല്ലാത്തിനും നല്ലതാ ഇത്. നമുക്ക് കൊടുക്കാൻ കഴിയില്ല. ഉലുവ വാങ്ങേണ്ട, ഉലുവക്ക് നല്ല പൈസയുണ്ട്, അത് വാങ്ങാൻ പണിയുണ്ട്. അതാണ് ഉലുവക്കും മുളകിന് എല്ലാവരും ഒഴിക്കുക. നല്ല നല്ല വളം ഇത്. വളം നല്ല വളവാന്നും മരുന്നും രണ്ടും കൂടിയാ. ഉലുവ, വെണ്ടക്ക് അതിനെല്ലാം രാവിലെ വെള്ളം ഒഴിച്ചത്. അതിൻ്റെ വേണ്ട വെള്ളം ഒഴിച്ചതായിട്ട് കാണുന്നും കൂടിയില്ല, വേണ്ട ആണല്ലേ. ഇതാ ഇത്രയേ ഉള്ളൂ. ഇത്രേ കൊടുക്കാൻ കഴിയുമോ, അതുകൊണ്ട് പിന്നെ ഇന്നിപ്പോ അത്രേ ആക്കുന്നില്ലോ. ഇല്ല, ഇതേപോലെ നമ്മളും കൊടുത്തു നോക്കുക, എന്നിട്ട് നല്ല എങ്ങനെയുണ്ടെന്ന് നോക്കുക. ഇനിയിപ്പം ബാക്കിയുള്ളതിനെല്ലാം ചെയ്യണത്രേ. അതിപ്പോൾ എല്ലാവരും ഉലുവ വേണ്ട, തക്കാളിക്ക കാര്യമായിട്ട് ഉലുവ വേണ്ടത്. അത് ഞാൻ നമ്മളെ കാണിച്ചു തന്നല്ലോ. ഇനിയിപ്പോൾ കുറച്ചും കൂടി ഉണ്ട് ഇടാം, അത് നിങ്ങളെ കാണിക്കുന്നില്ല. ഇന്നിപ്പോൾ കണ്ടില്ലേ, ഇപ്പം ഇനി കുറച്ചും കൂടി ഉണ്ട്. അത് ഞാൻ ആ വീരും കൂടി കൊടുക്കട്ടെ. കക്കിരിക്കും ഒരു കക്കിരി ഉണ്ട്, വേണ്ട. ഈ കുഞ്ഞി കക്കിരിയില്ലേ നല്ലതാണ്, വേഗം ഒന്ന് വളർന്ന് വരട്ടെ. അതിനാണ് അത് കൊടുക്കുന്നത്. വേണ്ട, അതിൻ്റെ കയ്പിൻ്റെ ഇതുകൊണ്ടിടല്ല, അപ്പോൾ പ്രാണികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് പോയിക്കോളും. അതിനാണ് ഞാൻ ഇത് പീര് കൊടുക്കുന്നത്, ഈ കക്കിരിക്കും കൂടി കൊടുക്കുന്നത്. ഉണ്ട് വേണ്ട. ഇതുപോലെ നിങ്ങളും കൊടുത്തു നോക്ക്. കൊടുത്തിട്ട് അതിൻ്റെ ഗുണമുണ്ടോന്ന് നോക്കിയിട്ട് പറയണം. എല്ലാവരും കൊടുത്തു നോക്കിയിട്ട് പറയാം, നോക്കുക, എന്നിട്ട് പറയാം കേട്ടോ. നിങ്ങൾ പറഞ്ഞത് നല്ല ഗുണമുള്ളതാണ്, ഞാൻ ചെയ്യുന്നതാണ്. അതുകൊണ്ട് എനിക്ക് നല്ല ഉറപ്പുണ്ട്. നിങ്ങളോട് പറയാനുള്ളൂ. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ എല്ലാവരും ഇതേപോലെ ചെയ്ത് തക്കാളിക്ക് നോക്കി നിങ്ങൾ ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങൾക്ക് തക്കാളി വണ്ണം വെച്ചിട്ട് കാണിച്ചു തരാം. ഇപ്പം ഇങ്ങനെയുള്ളവരും ഇപ്പം ചെറിയ തക്കാളി ഇത്രേ പൂക്കളിൽ നിൽക്കുന്നില്ല. അതിന് വേണ്ടി ഞാൻ ഇപ്പം കൊടുത്തിട്ടില്ലേ. എനിക്ക് ഇത്രയോട് നാളെ വേറെ വീഡിയോയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ കാണണം. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഗുഡ് ബൈ. ഓക്കെ.